ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കിച്ചണിലെ ഭരണങ്ങളാണ്. അതായത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നിവിടെ അമ്മയും അച്ഛനൊന്നും ഇല്ല. അച്ഛനൊരു ചെറിയ സർജറി ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി പോയേക്കാം. അപ്പോൾ ഞാനും ഏട്ടനും മോനും മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, മോനിന് കറക്റ്റ് ടൈമിന് ഫുഡൊക്കെ വേണം. അപ്പം അതിനുവേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് ആണ്. പക്ഷെ അവനിതുവരെയായിട്ട് എണീറ്റിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശമാവ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, അരി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് വെക്കാനായിട്ട്. പിന്നെ രസം വെക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. പിന്നെ കൂർക്ക അമ്മ ഇവിടെ നേരത്തെ ഒരുക്കി വെച്ചേക്കണ കാരണം കൂർക്ക റെഡിയാക്കണം. ദോശ എണീക്കുമ്പോൾ മതിയല്ലോ. ചമ്മന്തി ഉണ്ടാക്കി വെച്ചു, തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചു. ഇനി ദോശ ഏട്ടനും അവനും എണീക്കുമ്പോൾ മതി. പിന്നെ ചായ തിളപ്പിച്ചു. ഇനി നമുക്ക് രസം ഉണ്ടാക്കാം. ചോറ് തിളച്ച് കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെക്കാം. അപ്പോൾ ചോറ് തിളച്ചു. അപ്പോൾ ഞാൻ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇത് ഇത്തിരി വേവ് കൂടി അരിയാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ആ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഊറ്റിയാൽ മതി. അപ്പോൾ നമുക്കിനി അരി റൈസ് കുക്കറിലേക്ക് വെക്കാം. ഞാൻ കുക്കിംഗ് ചെയ്യാറുണ്ട്, അമ്മേനെ സഹായിക്കാറ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങനെ ഫുള്ളായിട്ട് പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും കൂടെ തായ്ലൻഡ് പോയപ്പോഴേക്കും ഇതേപോലെ ഞങ്ങൾ 3 പേര് മാത്രമായിരുന്നു. അപ്പോൾ ഇതേപോലെ 5 ദിവസത്തേക്ക് ഞാനായിരുന്നു കിച്ചണിൽ. അന്ന് പിന്നെ നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിത് അരി എടുത്ത് വെക്കാം കേട്ടോ. ചോറെടുത്ത് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ രസം ഉണ്ടാക്കാനായിട്ടാട്ടോ. അപ്പോൾ രസത്തിന് ഞാൻ 2 ഈ ഒരു സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി അരിയാം. അപ്പോൾ മോനും എണീറ്റു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇപ്പം ക്യാമറ പിടിക്കുന്നത് ഏട്ടനാട്ടോ. ഏട്ടനെ ഞാൻ എണീറ്റിച്ചു. ഏട്ടാ പക്ഷെ നേരത്തെ എണീറ്റ് പോന്നു കേട്ടോ. പിന്നെ ഇരുന്ന് ഉറങ്ങണ്ടപ്പം ഞാൻ തന്നെ പറഞ്ഞു പോയി മോനിൻ്റെ അടുത്ത് പോയി കിടന്നോളാൻ. നമുക്ക് ദോശ ചൂടാം. അതിന് ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പൊ ഞാൻ ഇനി ബാക്കിയൊക്കെ ഉണ്ടാക്കട്ടെ. ഏട്ടനും എനിക്കും മോനും കൂടെ. മോനും എന്തായാലും ഒരു 3 ദോശ മതി. ഏട്ടന് എത്രയാണെന്നുള്ളത് തിന്നു തുടങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് മോനിനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല, ഏട്ടനെ കൊണ്ടാണ് ഏറ്റവും വലിയ ശല്യം. അപ്പൊ ഞാൻ ബാക്കി ഉണ്ടാക്കി
കഴിക്കാൻ നേരത്ത് കാണാം. അപ്പൊ അതെ മോന് റെഡിയായി കുളിച്ചൊക്കെ വന്നിരിപ്പുണ്ട്. അവൻ രാവിലെ തന്നെ ഞങ്ങളെ പോലെ ഒന്നും അല്ലട്ടോ, രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അവന്റെ മുടിയുടെ നീളം കണ്ട, മുടി വെട്ടാൻ പോയാണ് അവന്റെ മുടിയെ ഉള്ളൊക്കെ കൊഴിയുന്നു. അപ്പൊ ഈ മുടിയുടെ ബലക്കുറവും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പക്ഷെ അവന്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന 19-ാം തീയതി. അപ്പൊ അത് കഴിഞ്ഞിട്ട് മതിയല്ലേ മോന്, ഒന്നും കൂടി ഫാഷന് നിന്നാലോ. അമ്മേനേക്കാളും മുടിയുണ്ട് ഇപ്പൊ അവന്. ഇതെന്താ അവന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈമിങ്. പക്ഷെ ഇന്ന് ടൈമിങ് കുറച്ച് തെറ്റി. ഇവന് ഇന്ന് നല്ല ഉറപ്പായിരുന്നു കേട്ടോ. ദോശ അവന്റെ ഇഷ്ട ഭക്ഷണമാണ്. ദോശയും ചമ്മന്തിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മുട്ടച്ചാ മുട്ടച്ചാ നോക്കിക്കേ ആരാ നോക്കിക്കേ. ഇവിടെ ക്യാമറയും കൊണ്ട് നോക്കില്ല. കൊറേ ഉറക്കപ്പിച്ചാണ് അവൻ. യെസ്, നല്ല ഉറക്കമായിരുന്നു. പിന്നെ എണീപ്പിച്ച കാരണം അല്ലെങ്കിൽ അവന്റെ ടൈം മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നത് തെറ്റും അല്ലേ മോനു? അമ്മ വണ്ടടിച്ചേക്കണ എപ്പോഴും അമ്മയാണല്ലോ ഭക്ഷണം തരുന്നേ. അമ്മ എവിടെ പോയി? അച്ഛൻ എന്ത് ചെയ്യും? ഫുഡ് കൊടുക്കണം. ആ ഇന്നലെ നീ കൊടുത്തല്ലേ. ഇന്നത്തെ പിന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. എന്ത് പറ്റി? ഒരെണ്ണം കഴിച്ചിട്ടൊന്നുട്ടാ, 3 എണ്ണം കഴിക്കും. 3 എണ്ണം. ചായ വേണോ? ചായ അത് ഉറക്കപ്പിച്ചവൻ ഇപ്പോഴും. അതാണ് മുടിയൊക്കെ ഫ്രണ്ടിലൊക്കെ വെട്ടി വെച്ചേക്കണേ. അച്ഛൻ മുടി കയറി കളിച്ചാണ് കാണുന്നത്. മുട്ടച്ച ലേസ് വേണോ? ലേസ് വേണമെന്ന് വെച്ചാ അവന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ മടിയാണ്. അവന് നൂഡിൽസ് ഇതൊക്കെയാണ് താല്പര്യം. പിസ്സ കണ്ട ഇതൊക്കെയാണ് അവന് കഴിക്കാൻ താല്പര്യം. രാവിലെ ആയാലും നൂഡിൽസ് അവൻ കഴിക്കും. ചിക്കൻ, മീൻ അങ്ങനെ അത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. മീൻ കഴിക്കുന്നു, ചിക്കൻ കഴിക്കും, കൊടുക്കുന്ന എന്തും കഴിക്കും കേട്ടോ. പക്ഷെ അവന് കൂടുതൽ ഇഷ്ടം നൂഡിൽസ് ആണ്. നൂഡിൽസ് ഫ്രൈഡ് പുറത്തുനിന്നുള്ള ഭക്ഷണം. എന്റെ അല്ല അനിയൻ ചിരിക്കണവൻ. പുറത്തുനിന്ന് ഫുഡ് വേണോ മോനെ? ചിരിക്കണ്. ഇപ്പം കഴിക്കും. എടാ കള്ള. അപ്പൊ ഇനി ഞങ്ങള് ഇവനെ ഫുഡൊക്കെ കഴിപ്പിച്ച് ഞങ്ങളും കഴിക്കട്ടെ. ഞങ്ങളും കഴിച്ചിട്ടില്ല, മണി 10:30 അപ്പൊ ഈ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് എന്റെ അടുത്ത പണിയിലേക്ക് നടക്കാൻ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കുളമാവും. ഇന്ന് ഫുൾ അവന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണ്. അപ്പൊ ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഒരു 1:30 കൊടുക്കണം. അപ്പൊ അതിനു മുമ്പ് എല്ലാം തയ്യാറാവാനുണ്ട്. അപ്പൊ ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരട്ടെ എന്തൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇനി ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. മോനുവിനെ ബാത്റൂമിൽ കൊണ്ടിരുത്തി അത് കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും ദോശയും ചമ്മന്തി കഴിക്കണം. അവള് തന്നെ ഉണ്ടാക്കി ഫുഡ്. അവള് തന്നെ ഈ ചമ്മന്തി ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. അവനവര് തിന്നണ പാത്രം അവനവര് കഴുകി വെക്കുക. ഞാൻ പണ്ട് എങ്ങനെ നീ വരുന്ന മുന്നേക്കെ തന്നെ. പക്ഷെ ഞാൻ വന്നതിന് ശേഷം ഭയങ്കര ഉഴപ്പാണ്. എല്ലാം എന്റെ തലയിൽ വെച്ചിട്ട് പോകും. വന്നിരുന്ന് ഭക്ഷണം, ചായ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും കേട്ടോ. ലാസ്റ്റ് ഇന്ന് പാവം
തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ പാവം അല്ലെങ്കിൽ ലോഡ് പണിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് അടുത്തത് കൂർക്ക ഒലിക്കാട്ടോ. അപ്പൊ കൂർക്ക അമ്മയുടെ ഓൾറെഡി നന്നാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമുക്ക് ഇത്രയും വേണ്ട, കാരണം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പം മോനുവിനും എനിക്കും ഏട്ടനും മാത്രം മതി. ഏട്ടന് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കൂർക്ക ഇഷ്ടമാണ്. മോനു അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സാധനം എന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ കേട്ടോ. അപ്പം കുറച്ച് കൂർക്ക നമുക്ക് വേഗം ഒലത്താം. അപ്പം ഞാൻ ദേ കൂർക്ക ഒലത്താനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലേശം മഞ്ഞപ്പൊടിയും 2 നമ്മുടെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒരു വിസിൽ കേട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വെന്തോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് നമുക്കത് ഒലത്തിയെടുക്കാം. അപ്പൊ ഇനി കൂർക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് രസം ഉണ്ടാക്കാം. രസത്തിന്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം ഇതെന്റെ പരീക്ഷണമാണ്. ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഊണിന് കാണാം. ഞാൻ അപ്പോഴേക്കും ബാക്കി പണികളൊക്കെ വേഗം തീർക്കട്ടെ. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ രസം ഉണ്ടാക്കി, കൂർക്ക വരത്തി, ചോറ് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. ഇവിടെ കറണ്ട് പോയി, അപ്പോൾ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മോനൊരു ഫുഡ് കൊടുക്കാനുള്ള ടൈം ആവും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുളിക്കാൻ വിചാരിച്ചു. അപ്പം ഇനി ഊണ് കഴിക്കുമ്പോൾ കാണാം. അപ്പം ഞാൻ വേഗം പോയി കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാക്കലാം. അങ്ങനെ എൻ്റെ കുളി ഒക്കെ കഴിഞ്ഞു. ഇനി മോനിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നെയിൽസൊക്കെ നെയിൽ പോളിഷൊക്കെ ഇടാനുണ്ട്. കാരണം വെച്ചാൽ മൊത്തം പോയി, കുറേ ആയി നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട്. ഇതെന്തോ 2 ആഴ്ചക്ക് മേലെ എന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ ഇത്രയും ഗ്യാപ്പ് ഇടാറില്ല. നെയിൽ പോളിഷൊക്കെ 2 കയ്യിൽ നഖമൊക്കെ വളർന്നു. അപ്പോൾ അതൊക്കെ വെട്ടി നെയിൽ പോളിഷൊക്കെ ഇടണം. പ്രത്യേകിച്ച് ഇനി ഉച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. മോനുവിന് ഇനിയിപ്പോൾ വൈകുന്നേരം ചായ പിന്നെ ദോശ, അവന് ദോശ കൊടുക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇപ്പം എന്തായാലും ഇനി പുറത്തൊന്നും പോകാൻ പറ്റില്ല, കാരണം മോനുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഫുൾ വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പം ഇനി നമുക്ക് വേഗം മോനിന് ഫുഡ് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിനി ഊണ് കഴിക്കാം. മോനുവിന് ഫുഡൊക്കെ കൊടുത്തു. അവൻ ഇപ്പോൾ ബാത്റൂമിൽ ഏട്ടനിരുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ കാണിച്ചു തരാം. കൂർക്ക ഒലത്തിയത്. അപ്പൊ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. അടുത്ത സിനിമ കാണാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു സിനിമ കണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ 30 സെക്കൻഡ്സ് റിവ്യൂ FRK വ്ളോഗ്സ് ബൈ അനുപ ആൻഡ് നിഖിൽ പേജിലുണ്ടാകും. അതൊന്ന് കണ്ടു നോക്കുക. ഇനി ഞങ്ങൾ കാണാൻ പോകുന്ന സിനിമകളുടെയും സീരീസിന്റെയും ഞങ്ങൾക്ക് അതിന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം 30 സെക്കൻഡിൽ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും, ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. യൂട്യൂബും പറയുന്നത് ഷോർട്ട് വീഡിയോസ് മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു മൂവി ബഫാണ്, സീരീസ് ഒക്കെ കാണുന്ന ആളാണ്. അപ്പോ എന്റെ ഒരു അഭിപ്രായം പറയാന്ന് വിചാരിച്ചിട്ടുണ്ട്. അനുഭവം കാണുന്നതിനെ പറ്റി അനുഭവം പറയും. അപ്പൊ ഹോട്ട്സ്റ്റാർ മൾട്ടിപ്ലക്സ് ഞങ്ങളത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നയൻതാരയുടെ, ഞങ്ങൾ കട്ട നയൻതാര ഫാൻസ് ആണ്. നയൻതാരയുടെ മൂക്കുത്തി അമ്മ എന്ന് പറഞ്ഞ സിനിമ ഇന്ന് ഹോട്ട്സ്റ്റാറിൽ ലൈവ് ആയിട്ടുണ്ട്. അപ്പൊ ഹോട്ട്സ്റ്റാർ മൾട്ടിപ്ലക്സ് വഴി ഞങ്ങൾ കണ്ടിട്ട് അതിന്റെ അഭിപ്രായം നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം. അപ്പൊ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. #30 സെക്കൻഡ്സ് റിവ്യൂ അല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് 30 സെക്കൻഡ്സ് റിവ്യൂ എന്നുള്ള എടുത്ത് നോക്കിയാൽ അതേ അതിനകത്തുണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇനി സിനിമ കാണാൻ പോട്ടെ. മോനിപ്പൊ കിടന്നു ഉച്ചമയക്കത്തിൽ. ഞങ്ങള് പക്ഷെ ഉച്ച മയങ്ങി കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. അപ്പൊ ഞങ്ങൾ ഇനി സിനിമ ഉണ്ട് കേട്ടോ. അതെ, വൈകുന്നേരത്തെ ചായ റെഡി ആയിട്ടുണ്ട്. ചായ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ആയിക്കൂടെ ഏട്ടനും മോനും മാത്രമേ ചായ കുടിക്കുള്ളൂ. ഞാൻ ചായ അങ്ങനെയൊന്നും കുടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ടേസ്റ്റ് പോലും നോക്കാറില്ല. പക്ഷെ മണം വെച്ചിട്ടാണ് ഞാൻ കടുപ്പം നോക്കണത്. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ മോനും ചായ കൊടുക്കട്ടെ കേട്ടോ. അനുപ ഉണ്ടാക്കുന്ന ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാ. പുറത്താണെങ്കിൽ നല്ല മഴയാണ്.
നല്ല തണുത്ത മഴയിൽ നല്ല ചൂട് ചായ. ഈ ഫീലിംഗ് ഒക്കെ അനുവയ്ക്ക് അറിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അവള് കോഫി കുടിക്കും, അതും അവൾക്ക് തോന്നണം വല്ലപ്പോഴും ഒക്കെ. ഭയങ്കര ചൂസിയാണ് കോഫിയുടെ കാര്യത്തിലാണേലും. നെസ്കഫയാണ് ഇഷ്ടം. പിന്നെ ഇഷ്ടമുള്ള കോഫി എവിടത്തേന്? കെയർ ബേക്സിലെ കോഫി. ഞാനും ഒരു കട്ട ഫാനാട്ടാ കെയർ ബേക്കറിയിലെ കോഫിയുടെ, അതും പാലായെടുത്ത. അങ്ങനെ നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. കാരണം രാത്രിത്തെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിപ്പോയി. മോനിന് ഫുഡ് കൊടുക്കണതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എണീറ്റ ഒട്ടൊന്നുമില്ല, എന്നാൽ പോലും ഇന്ന് എൻ്റെ ഡേയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പം ഞങ്ങളിത് രാത്രി ഏട്ടൻ കിളിക്ക് തീറ്റ കൊടുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് വെക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി കിടക്കണം. നാളെ ഇനി രാവിലെ എണീറ്റ് പറ്റിയാൽ ഇതേപോലെ ഞാൻ ഷൂട്ട് ചെയ്യാം. നാളെ ഇനി അമ്മയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ലഞ്ച് കൊണ്ട് കൊടുക്കണം, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പണി കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ്. ബൈ.